ചില ഭൂതത്തെ ശാസിക്കുമ്പോൾ ഇത്രയും അങ്ങ് ചൂടാവേണ്ട കാര്യം ഒരു മര്യാദയ്ക്ക് നമ്മളിതെല്ലാം ഇത് കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നടക്കട്ടെ, ഞാൻ ഇതിനോട് വിരോധിയൊന്നുമല്ല കേട്ടോ. അത് ഞാൻ വിരോധിക്കുന്നു. ഭൂതം വിട്ടുപോകുന്നതിന് ഞാൻ എതിർക്കേണ്ട വല്ല കാര്യം. അത് പോട്ടെന്ന് മുൻകാല പ്രാബല്യത്തോടെ വിട്ടുപോട്ടെ. ഞാൻ ഇങ്ങനെ ഇരിക്കുക, നടന്ന സംഭവമാണ്. പ്രതിഭാസൻ ഇങ്ങനെ ഭൂതത്തെ ഇറക്കുക, നല്ല രീതിയിൽ ഇതല്ല കാര്യം, സ്റ്റാൻഡേർഡ് വലിയ ഭൂതം ഇറക്കുക, അല്ല ചുമ്മാ മുമ്പ് ഇപ്പോൾ പരിപാടിയൊന്നുമില്ല, ഇല്ല ക്ലാസിക്കൽ മോഡൽ ഇറക്കുക. അപ്പോൾ ഈ വീട്ടിലൊരു പയ്യന് ചെവിയൊന്നും കേൾക്കില്ല, അവൻ്റെ അപ്പനാ ഭൂതം. അപ്പോൾ ഇവൻ ലാസ്റ്റാണ് കയറി വരുന്നത്. അപ്പോൾ ഈ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവനോട് നമ്മൾ ഈ ഭൂതത്തോടൊന്ന് പരിചയപ്പെടുമല്ലോ, സാമാന്യ മര്യാദ, എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഐഡിയ ഒക്കെ ചോദിക്കുമല്ലോ. ഐഡിയ ചോദിക്കണം. ഐഡിയ എല്ലാം ചോദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഈ പയ്യൻ നോക്കുമ്പോൾ എൻ്റെ അപ്പൻ ഇങ്ങനെ ഇരിക്കുന്നു, ആടുന്നു, ഇവനൊന്നും പിടികിട്ടുന്നില്ല. അപ്പം അടുത്തിരുന്ന ആളിനോട് അവൻ ചോദിച്ചു ഇതെന്താ. ഇപ്പം ഇവനെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അടുത്തിരുന്ന ആൾ ഈ ഭൂതത്തെ ഒന്ന് ആക്ട് ചെയ്ത് കാണിച്ചു. 2 കൊമ്പ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അത് നിന്റെ പിതാവിനെന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുക. ഇതെല്ലാം കൂടെ കാണിച്ചു കൊടുത്തപ്പോൾ ആരോ കണ്ണു തുറന്നു നോക്കിയാൽ അപ്പുറത്തൊരു മനുഷ്യൻ ഇങ്ങനെ വെക്കുന്നിരുന്നു. ആ പുള്ളി എന്നിട്ട് ഈ പുള്ളിയുടെ തലയെ കൈവച്ചു വേറെ എന്നെ ശാസിക്കണം. കണ്ടോ, ഭാഷ അറിയില്ല, ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടി, എന്തെല്ലാം പ്രശ്നം. ഇതിനെല്ലാം ഞാൻ മൂകസാക്ഷിയായിട്ട് അവിടെ ഇരിക്കുക. ഞാനിങ്ങനെ ഒത്തിരി അവനെ ദേവാലയത്തിൽ ഇരുത്തുമാറുണ്ടെന്ന് പറഞ്ഞ പോലെ, ദേവാലയത്തിൻ്റെ മുമ്പിൽ ഇരുത്തുമാറുണ്ടോന്ന്. നമ്മളിതെല്ലാം ഇത് കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നടക്കട്ടെ, ഞാൻ ഇതിനോട് വിരോധിയൊന്നുമല്ല കേട്ടോ. അത് ഞാൻ വിരോധിക്കുന്നു. ഭൂതം വിട്ടുപോകുന്നതിന് ഞാൻ എതിർക്കേണ്ട വല്ല കാര്യം. അത് പോട്ടെന്ന് മുൻകാല പ്രാബല്യത്തോടെ വിട്ടുപോട്ടെ. മനസ്സിലായില്ലേ? നമ്മുടെ EMS വിദേശത്തെങ്ങാട്ടി ചെന്നപ്പോൾ 2 സാഹിബിനെ പരിചയപ്പെട്ടു. ഇന്ത്യയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി സാഹിബ് ചോദിച്ചു, ഇന്ത്യ എന്നല്ലേ? അവിടെല്ല ഈ പാമ്പും ക്രൂരമൃഗങ്ങളും കടുവയും കുറുക്കനും ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് കേട്ടോണ്ടല്ലോ. ഇത് പറഞ്ഞ് നേരെ ആയിരുന്നു, എല്ലാം 47 മുമ്പായിരുന്നു, എല്ലാം പോയെന്ന് പറഞ്ഞു. ഇതൊക്കെ വാസ്തവമായിരുന്നു. അത് 47 മുമ്പേ അവർ ആയപ്പോഴേക്ക് അവർ പോയി. അതിന് ശേഷം ഒത്തിരി മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂതം പോകുന്നത് നമുക്ക് വല്ല വിഷയമുണ്ട്. അത് വോട്ട് അങ്ങനെ അവിടെ ഒരു ഭൂതത്തെ ഇറക്കുന്ന ഒരു വാസ്തു, അദ്ദേഹം ഒരു അസിസ്റ്റൻറ്റും ഉണ്ട്. പുള്ളി എങ്ങാണ്ട് പോയ സമയത്ത് ഒരു ഭൂതം ഇളകി. ഭൂതത്തിൻ്റെ ഓരോ തന്ത്രമായി വിശ്വാസിങ്ങനെ ഇളകി. ഈ ജൂനിയർ പഠിച്ചു വരുന്നുണ്ട് പുള്ളി. ആ ശൈലിയെല്ലാം പഠിച്ചിട്ട് ഒരു നേരം വിട്ടുപോകാൻ കൽപ്പിക്കുന്നു എന്നൊക്കെ ആ പഴയ രീതിയിൽ പറഞ്ഞെങ്കിൽ ഇത് പോകുന്നില്ല. അവസാനം പുള്ളി ഒരു ടെക്നിക്ക് ഇറക്കി. ഈ ബൈബിള് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വിറപ്പിച്ചിട്ട് ചോദിച്ചു ഇതെന്താണെന്നറിയാമെന്ന് ചോദിച്ചു. ഈ പുള്ളി ശാന്തമായപ്പോൾ ഭൂതം പറഞ്ഞു അതെന്താണെന്നറിയാമായിരുന്നെങ്കിൽ അതിട്ടങ്ങനെ കാണിക്കില്ലായിരുന്നു. കാരണം ഇങ്ങനെ വെച്ചാൽ ഈ സംഗതി പോകുമെന്നൊരു ചിന്തയില്ല നമ്മൾ ഈ പറഞ്ഞേ. ഓട്ടെ, എന്തിന് ഇത്ര ശബ്ദം എടുക്കുന്നറിയോ? അതിന് കാരണമുണ്ട്. ഞാനത് അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. ഈ ചില മനുഷ്യർ ശാന്തമായിട്ടൊക്കെ പറഞ്ഞു വിടേണ്ട കാര്യത്തിൽ അപ്പം നമ്മൾ ഈ അതിശയോക്തി കുട്ടിയാണ് പറയുന്നത്. ചില പറയുകയാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുക, ഗബ്രിയേൽ മീകായേൽ കാവൽ നിൽക്കണേ. എന്തിന്? കോഴിക്കൂടിനോ? നമ്മുടെ വീട്ടിലെ ഒരു മെലിഞ്ഞ പശു, എക്സ്റേ പോലെ ഒരാട്, 4 കോഴി, അവിടെ ആര് വന്ന് നിൽക്കണമെന്ന്? ഗബ്രിയേൽ. പഞ്ചായത്ത് ഓഫീസിൽ DGP കാവൽ നിന്ന് അങ്ങനെ ഇരിക്കും. നിങ്ങൾ നല്ല ചോദിക്കുക. പഞ്ചായത്തിൽ 2 വിഷയമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശ്നമുണ്ട്. DGP വന്ന് അവിടെ നിൽക്കുകയാണ്. ഈ പറഞ്ഞു കേട്ട് പഴകിയ സംഭവം നമ്മൾ പറയാം. ഗബ്രിയേൽ മീകായേൽ ഊരിപ്പിടിച്ച വാള്. ഒഴുക്കത്ത് കേട്ട് ഒരാൾ പറഞ്ഞു ഈ വാളിന് പിടിയിട്ട് കൊടുക്കാറായില്ല ഇതുവരെ, ഊരിപ്പിടിച്ച വാള്. എന്തൊരവസ്ഥ പ്രാർത്ഥനയ്ക്കകത്ത്. ചില ഭൂതത്തെ ശാസിക്കുമ്പോൾ ഇത്രയും അങ്ങ് ചൂടാവേണ്ട കാര്യം ഒരു മര്യാദയ്ക്ക്. അത് ഈ പ്രാർത്ഥനയ്ക്കകത്തായി ചൂടാകുന്നത്. അതേ രസം. ദൈവത്തോടാണോ മനുഷ്യരോടാണോ അടുത്തിരിക്കുന്നതോ? എന്തൊരാക്രമണ ബാറ്റിങ്ങാ ഇത്. അല്ലേച്ച് നോക്കിയേ, ഇത് പറയാനൊരു കാരണമുണ്ടോ? ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഈ സ്കൂളിലെ നാടകമുണ്ട് പിള്ളേരുടെ, സ്കൂൾ നാടകം, ഇത് വശൂലിനൊക്കെ. അതിനകത്ത് ഈ രാജാവായിട്ട് അഭിനയിക്കുന്ന പിള്ളേരെ കണ്ടില്ലേ? അവൻ്റെ കുഴപ്പമില്ല, അവനെ പഠിപ്പിച്ചേക്കുന്ന അവൻ ഈ മാർത്താണ്ഡവർമ്മയായിട്ട് അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യനായിട്ടൊക്കെ അഭിനയിക്കുകയാണ്. അപ്പോൾ അതുപോലെ കിരീടമെല്ലാം വെച്ച് ഒരു കാര്യം കേൾക്കുമ്പോൾ ഇറങ്ങി വന്നിട്ട് പറയും സംഭവം അങ്ങനെയാണോ എന്നല്ല അറിഞ്ഞിട്ട് തിരുമനസ് എങ്ങനെയാണെന്നൊക്കെ മറ്റേ പുള്ളി പറയും. പോരട്ടെ ഒരച്ചൗകിടിപ്പട വടക്കോട്ട്. യഥാർത്ഥ രാജാവ് ഇങ്ങനെ ഒന്ന് കാണിക്കണോ യുദ്ധം വരുമ്പോൾ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പോകട്ടെ, ഇങ്ങനൊന്നുമല്ല. മന്ത്രിയെ വിളിച്ചിട്ട് ചോദിക്കുക എന്താ അടുത്ത കാര്യം, അങ്ങനെയൊക്കെ റെഡിയല്ലേ? നടക്കട്ടെ കാര്യം. ഇതാ യഥാർത്ഥ രാജാവ്. പിന്നെ ഈ ചെറുക്കരത്തിലെ മസിൽ പിടിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇവന് തന്നെ അറിയാം ഇവൻ രാജാവല്ലെന്ന്. അതാ കാര്യം. മനസ്സിലല്ലേ? ചെറുക്കനറിയാം ഇതെങ്ങനെങ്കിലും മനുഷ്യന് രാജാവായിട്ട് തോന്നാൻ എന്ത് ചെയ്യണം? ഈ പണി ചെയ്തില്ലെങ്കിൽ ഇവൻ രാജാവായിട്ട് നമ്മൾ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് തിരികെ പറഞ്ഞാൽ ഈ കാഞ്ചി വലിക്കുന്നുണ്ട്, പരിപാടിയെല്ലാം നടക്കുന്നുണ്ട്, വെടിയുണ്ടേ ഇല്ല, ഒന്നുമില്ല. ആകെപ്പാടെ കഴിഞ്ഞ ദിവസം കവാത്ത് ഇതെല്ലാം കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് ലെഫ്റ്റും റൈറ്റും ഒക്കെ കാണിച്ചു.